500 സബ്സ്ക്രൈബർ ആയാലും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. യൂട്യൂബിൽ 500 അല്ല എങ്കിൽ കൂടി എനിക്ക് 500 വലുതായിട്ടാണ് തോന്നിയത് കേട്ടോ. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെയധികം സന്തോഷമായി കേട്ടോ 500 ആയപ്പോൾ. ഞാൻ ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ആ ചർച്ചിൻ്റെ കോട്ട കഴിഞ്ഞ് അമ്പലത്തിൽ ഇറങ്ങിയതിന് ശേഷം മുകളിൽ നിന്ന് ആൾക്കാരൊന്ന് നോക്കുന്നുണ്ട്, മലയുടെ മുകളിൽ നിന്ന്. ഇവിടെ ആരോ പ്രതിമയാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ താഴേക്ക് കിട്ടുമെന്ന് തോന്നുന്നു, എല്ലായിടവും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ മുമ്പിലോട്ട് പോയതാണ്. എനിക്കൊന്ന് വലിയ ദൂരമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇറങ്ങുന്നവരെല്ലാവരും നല്ല രീതിയിലാണ് ഇറങ്ങി വരുന്നത്. നടന്നിട്ട് ക്ഷീണമുള്ളതാണെന്നൊക്കെ തോന്നുന്നില്ല. പെട്ടെന്ന് പോകാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പേരൂടെ ഇരിപ്പുണ്ട്. അവർ അങ്ങോട്ട് പോയിട്ട് വരുന്നവരാണോ അതങ്ങോട്ട് പോകാൻ പോണവരാണോ എന്നറിയാം. ക്ഷീണമൊന്നുമില്ല, നല്ല രീതിയിൽ ഇരിക്കുവാണ്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ പെയിൻ്റ് അടിച്ചേക്കുവാണ് കേട്ടോ കസേരയിലൊക്കെ, അതുകൊണ്ട് കെട്ടി തിരിച്ച് വെച്ചേക്കുവാണ്. പെയിൻ്റ് അടിച്ചത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയത് കണ്ടല്ല മനസ്സിലായ, പെയിൻറ്റിൻ്റെ മണം, അങ്ങനെ അതുകൊണ്ടാണ് പെയിൻ്റ് അടിച്ചേക്കാണെന്ന് മനസ്സിലായത്. പടികൾ ഉണ്ട് കേട്ടോ, കുറച്ചധികം പടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലിയ പാടില്ലെന്ന് തോന്നുന്നു, പാറ വെച്ചിട്ടുള്ള പടികളാണ്. എന്തായാലും മുകളിലോട്ട് കയറി നോക്കാം. പാറ വലിയ പ്രയാസമുള്ള പടികളൊന്നുമല്ല, നിസ്സാരമായിട്ട് കയറാൻ പറ്റും. താഴെ കൂടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. മുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുകളിലോട്ട് പോയി നോക്കിയാലേ അറിയാൻ പറ്റും. പിന്നെ പാറ വെച്ച് കെട്ടിയേക്കുന്നതിനാണ്. താഴോട്ട് നല്ലൊരു കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മുകളിലോട്ട് പോവാം. മുകളിലോട്ട് ഒരുപാട് ദൂരം പോകേണ്ടി വരുമോ എന്തോ. ഉണ്ട് കേട്ടോ, കുറച്ച് മുകളിലോട്ടുണ്ട്. കാരണം താഴെ നോക്കിയപ്പോൾ തന്നെ ആൾക്കാരെനിക്ക് ചെറുതായിട്ടാണ് കാണാൻ പറ്റിയത്. അതുകൊണ്ട് ഒരുപാട് ദൂരം കാണുമായിരിക്കും. എന്തായാലും മുകളിലോട്ട് കയറി നോക്കാം. സ്റ്റെപ്പുകളിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ പ്രയാസമുള്ള പടികളൊന്നുമല്ല. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ത്രില്ല് കൊണ്ടാണ് എന്തോ ഞാൻ കയറിപ്പോയത്. എത്താറായിട്ടാ, കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ച് ഇനിയും കാണുമെന്ന് വിചാരിച്ച്. അതാണ് എനിക്ക് തോന്നുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നവരാരും വലിയ പ്രയാസമില്ലാതെ ഇറങ്ങി വന്നേ. ആണ്ടെ നടന്ന് കയറുന്ന കേട്ടോ. പക്ഷേ പിന്നെ കൊച്ചിനെയും കൊണ്ട് താണ്ടെ എനിക്ക് എൻ്റെ മോനെ ഞാൻ ഇങ്ങനെ തോളിലെടുത്തുകൊണ്ട് പോകണേന്ന് ഓർമ്മ വന്നേ. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ, എനിക്ക് ടാറ്റയൊക്കെ തന്ന്, ഞാനും ടാറ്റ എടുത്തു എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും പണ്ട് ഇവിടെ എല്ലാം മരങ്ങൾക്കെല്ലാം പിന്നെ താങ്ങ് കൊടുത്ത് തീർത്തേക്ക്. ഇതിന് അടിയിൽ കൂടെ എന്താണോ എന്തോ, കോട്ട വല്ലതും ആണോ എന്തോ, അടിയിൽ കൂടെ എന്തെങ്കിലും തുരങ്കങ്ങളൊക്കെ ഉണ്ടാകും എന്തോ, അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. എന്തായാലും അങ്ങോട്ട് അകത്തേക്ക് പോയി കയറി വെക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം മക്കാവ് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വലിയ ദൂരം ഇല്ലായിരുന്നു. മുകളിലോട്ട് കയറാൻ വലിയ ഇതില്ലായിരുന്നു, പ്രയാസമൊന്നുമില്ല, വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ച അത്ര സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ സ്റ്റെപ്പാ ഇല്ല, കഴിഞ്ഞ് എന്ന് തോന്നുന്നത്, വലിയ ഇതില്ല കേട്ടോ. എന്നാലും അകത്തോട്ട് പതുക്കെ നടന്നു പോയി നോക്കാം. കോട്ട തന്നെ കേട്ടോ, കോട്ട മുതൽ തന്നെ പീരങ്കിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കോട്ടയാണെന്ന്, കോട്ടയാണെന്ന് എനിക്ക് തോന്നുന്നത്. പോർച്ചുഗീസുകാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ പീരങ്കികളൊക്കെ മുകളിലിരിക്കുന്നു. അപ്പോൾ അകത്തേക്ക് കയറി വെക്കാം, നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഇരിക്കും അകത്തോട്ട്. ഇവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് 1500 രൂപ ഫൈനുണ്ട്. ഇത്രയും അടുത്ത് പീരങ്കി കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇരുമ്പ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ടയർ എല്ലാം ഇരുമ്പ് തന്നെയാണ്. ഇപ്പം എങ്ങനെ പൊട്ടിക്കുമെന്ന് അറിയാൻ വയ്യ. തിരി കത്തിക്കുന്നതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെവിടെ കത്തിച്ച് പൊട്ടിക്കുമെന്നൊന്നും പിടുത്തമൊന്നുമില്ല. പക്ഷേ കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊന്നും കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്നാലും കാണാൻ പറ്റിയല്ല. ഇവിടുന്ന് പീരങ്കികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ അതിനൊക്കെ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ സിഗരറ്റ് വലിക്കാം കേട്ടോ. ഇവിടെ എല്ലാവരും സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്.
എന്തായാലും അകത്തോട്ട് കയറി അകത്തെ കാഴ്ച ഇവിടെ കണ്ടു നോക്കാം. ഇവിടെ വെളിയിൽ നിന്നുള്ള എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ അങ്ങോട്ട് നോക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സമയം പോകത്തില്ല. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. പോർച്ചുഗീസിൽ വെച്ചിരുന്നത് തന്നെ കേട്ടോ, പോർച്ചുഗീസുകാരെ കോട്ടയാണ്. അകത്തും എല്ലാവരും ഫോട്ടോ എടുക്കാൻ കേട്ടോ. അകത്ത് നോ സ്മോക്കിംഗ് ആണ് കേട്ടോ, അകത്ത് വെച്ച് സ്മോക്ക് ചെയ്തിടാം. എല്ലാവരും ഫോട്ടോ എടുക്കാനാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോസിലൂടെ തന്നെയാണ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കൂടുതൽ കാണുന്നത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ സ്ഥലങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് ചെന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റുന്നില്ല. ഈ വീഡിയോസ് കാണുമ്പം കാണുന്ന ഒരിത് തന്നെ കേട്ടോ. പക്ഷേ അല്ലാതെയും കുറച്ച് നോക്കുന്നില്ലെന്നല്ല, പക്ഷെ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ. രണ്ടുകൂടെ പിണങ്ങി പോകണമെന്നോ നല്ല അടിപൊളി. മുകളിൽ മ്യൂസിയം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അത് മ്യൂസിയമാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ്, മക്കാവോ മ്യൂസിയം. ഇവിടത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളിനെ കാണാം കേട്ടോ താഴെ നിന്നപ്പോൾ. അങ്ങനെയാണ്, ആളിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും മുകളിലോട്ട് കയറി വരത്തില്ലായിരുന്നു. ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് അവിടെ. ചെടിയല്ല, പോച്ചയാണ്. ഇവിടെ മുകളിൽ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളൊക്കെ എല്ലാം ഇവിടെ മക്കാവ് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊള്ളാം കേട്ടോ. പീരങ്കി സത്യം പറഞ്ഞാൽ സിനിമയിൽ മാത്രമേ ഈ പീരങ്കിയൊക്കെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എല്ലാവരും അതിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നെ കണക്കാണെന്ന് തോന്നുന്നു. അവരിതൊന്നും കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നേരിട്ട് കാണുമ്പോഴൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ കയറി ഇരുന്ന് എടുക്കുന്നുണ്ട്. രണ്ടുകൂടെ മുകളിൽ കയറി ഒന്ന് സെൽഫി എടുക്കുക. ഞാൻ സെൽഫി ഒന്നും എടുത്തില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നുണ്ട്, സെൽഫി എടുപ്പൊന്നും വലുതായിട്ട് നടന്നിട്ടില്ല. പക്ഷെ കൊള്ളാം. ഇവിടെ എല്ലാം അടുത്തടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇവിടെ ഇല്ല കേട്ടോ, അടുത്തടുത്തായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും വെളിയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വന്നിട്ട് കുറച്ച് പേരൊക്കെ താഴത്തുള്ള ഫോട്ടോ, പിന്നെ അല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചിടം കൊണ്ട് നടന്നത്. ഇവിടെ കറക്റ്റ് എല്ലാം കാണാം കേട്ടോ. ഞാൻ അങ്ങോട്ടൊരു ബൈനോക്കുലർ ഇരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ ബൈനോക്കുലറാണെന്ന് തോന്നുന്നു. ഒരാളവിടെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കുക. അതിൽക്കൂടെ എന്തെങ്കിലും കാണാൻ പറ്റുമോയെന്നും അറിയത്തില്ല. പണ്ടത്തെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കോട്ട ഉണ്ടാക്കിയ സമയത്തുള്ള പണ്ടത്തെ ബൈനോക്കുലറാണ്. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സെക്യൂരിറ്റി ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ കോർണറിൽ അങ്ങോട്ട് പൊക്കൂടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബൈനോക്കുലർ നോക്കാമെന്ന് പറഞ്ഞ് ബൈനോക്കുലർ ഇവിടെ നോക്കി. പക്ഷേ അതിന് ഭയങ്കര സുമി കേട്ടോ, നല്ല അത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കാണുന്ന ഗോൾഡ് ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ മുകളിലുള്ള കമ്പികൾ സഹിതം കാണാം കേട്ടോ. അത്രേ കാണാൻ പറ്റുന്നുള്ളൂ എനിക്ക്. ഞാൻ ഇതിൽ കൂടെ ഫോണിൽ കൂടെ നോക്കിയിട്ട് കറക്റ്റ് ക്ലിയർ ആകുന്നില്ലല്ലേ. ഞാൻ ഫോൺ വെച്ച് നോക്കിയാണ് കേട്ടോ. കണ്ട ആ ഗോൾഡ് ബിൽഡിങ് കാണാൻ പറ്റുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് അങ്ങ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലിരിക്കുന്ന കമ്പികളൊക്കെ വ്യക്തമായിട്ട് കാണാം കേട്ടോ. ദൂരെ നിന്നൊക്കെ ശത്രുക്കൾ വരികയാണെങ്കിൽ നോക്കാൻ വേണ്ടി വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. 4 സൈഡിൽ 4-5 എല്ലായിടത്തും കാണാൻ പറ്റുന്ന രീതിയിലുണ്ട് കേട്ടോ. 4 സൈഡിലും ബൈനോക്കുലറും വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശത്രുക്കളൊക്കെ വരികയാണെങ്കിൽ അവരെ നോക്കാൻ വേണ്ടി നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആൾക്കാരെ നിർത്തുമായിരിക്കും. അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, ഇത് നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ. അല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടുള്ളവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. കാണുമ്പോൾ എല്ലാവരും അത്ഭുതം പോലെ തോന്നുന്നുണ്ട്. 4 സൈഡിലും ബൈനോക്കുലർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സൈഡിലോട്ട് ചരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് ഭയങ്കര സൂമിങ് കേട്ടോ. അത് ഒരുപാട് ദൂരത്തേക്കാണ് കിട്ടുന്നത്. അപ്പം അടുത്തുള്ളതൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഞാൻ ഫോൺ ക്യാമറയിലൂടെ എടുക്കാൻ നോക്കി, പക്ഷേ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്.
അങ്ങനെ എവിടെയും ഫോട്ടോ എടുക്കാനായിട്ട് മുകളിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വ്യൂ സൂപ്പറാണ് കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ. അതാണെന്ന് തോന്നുന്നു എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതെ, അടുത്ത എല്ലാവരും ഫോണിലാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. പിന്നെ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ അല്ലാതെ ക്യാമറയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസിന് അത്രയും ക്ലാരിറ്റി ഒന്നുമില്ല, ഫോണിലെടുക്കുന്നുണ്ട്. തരക്കേടില്ല എന്ന് തോന്നുന്നല്ലേ. പിന്നെ ഞാൻ വലുതായിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ലല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഇത് താഴോട്ടുള്ള ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇതാണ് മ്യൂസിയം കേട്ടോ. മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. ഇവിടെ നിന്ന് ഇനി കയറി ഓപ്പണായി അകത്തേക്ക് കയറി നോക്കാം. എൻട്രൻസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്, പക്ഷേ ഭാഷ മനസ്സിലാകത്തില്ല, പോർച്ചുഗീസാണ് എഴുതിയേക്കുന്നത്. എന്തായാലും താഴോട്ടേക്ക് ഇറങ്ങി അങ്ങോട്ട് കയറൊക്കെ നടക്കത്തില്ല കേട്ടോ. മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം. ടിക്കറ്റ് എടുക്കണം, അതുകൊണ്ട് തിരിച്ചു പോവാം. അങ്ങനെ തിരിച്ചിറങ്ങാൻ രക്ഷപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കാണ് ഈ വെള്ളം വീഴുന്ന കേട്ടോ കണ്ടത്. അങ്ങനെ വീണ്ടും മുകളിലോട്ട് കയറി പോയിട്ടാ. തിരിച്ച് പടി ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ഇത് കഴിയാണ്ട് വെള്ളം എവിടെ നിന്ന് വീഴുന്ന അറിയാൻ വേണ്ടി ഒന്ന് എസ്കലേറ്ററിലൂടെ മുകളിലോട്ട് പോയതാണ്. ഞാൻ അതുവഴിയാണ് ഇറങ്ങി വന്നത്. ഇപ്പോൾ എസ്കലേറ്റർ വഴി ഇറങ്ങി വന്നത്. അപ്പോൾ ഈ വെള്ളം കാണാനുണ്ട്, മീനൊക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. വലിയ ഗോൾഡ് ഫിഷാണെന്ന് തോന്നുന്നു, ചുമപ്പ് കളർ ഗോൾഡ് ഫിഷാണോ കണക്കിരിക്കുന്നത്. മീനെക്കുറിച്ചും വലിയ അറിവൊന്നും എനിക്കില്ല, കണ്ടിട്ട് ഗോൾഡ് ഫിഷായി കണക്കിരിക്കുന്നത്. ഇങ്ങനെ പുറത്തിറങ്ങി കേട്ടോ, താഴോട്ടിറങ്ങി. തിരിച്ച് വന്നപ്പം പടിയൊന്നും ഇറങ്ങേണ്ടി വന്നില്ല. സൈഡിൽ കൂടെ ഇതുവഴി ആയതുകൊണ്ട് പിന്നെ ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ എസ്കലേറ്റർ വഴി അങ്ങ് മുകളിൽ കയറാൻ പറ്റും കേട്ടോ. ആ മ്യൂസിയത്തിൻ്റെ അവിടെ കൂടെ പടി കയറേണ്ട ആവശ്യം വരത്തില്ല, വഴി അറിഞ്ഞിടാത്തതുകൊണ്ട് അതുവഴി പോയത്. ഈ പൂ ഇവിടെ ഫേമസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പൂ അല്ലെന്ന് തോന്നുന്നു, പൂവാണോ ഇലയാണോ അറിയത്തില്ല. ഇത് ഈ 2 കളറിലുള്ള പൂക്കളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തോട്ട് പോയാലും ഇത് തന്നെയാണ് ഉള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്.